ഹോട്ട് ബാഗ് കണ്ടതും വാസു സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. മോനെ ഇതെന്താ? അങ്കിൾ സംസാരിച്ച് നിൽക്കാൻ നേരമില്ല, ഇതിലല്പം ചൂടുവെള്ളം കൊണ്ടുവാ. ശരി മോനെ. അതും പറഞ്ഞ് വാസു അടുക്കളയിലേക്ക് നടന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വാസു ഹോട്ട് ബാഗിൽ ചൂടുവെള്ളവുമായി വന്നു. അത് കയ്യിൽ കെട്ടിയതും സിദ്ധാർത്ഥ് അതുമായി മുകളിലേക്ക് ഓടിക്കയറി. വാസു ഒന്ന് പിഞ്ചിരിച്ചു. കീരിയും പാമ്പും ആയിരുന്നു. ഇപ്പോൾ ദേ അവൾക്കൊന്ന് വേദനിക്കുന്നത് പോലും സഹിക്കാൻ വയ്യവന്. ഗൗരി റൂമിലെത്തിയതും അവൻ അവളെ വിളിച്ചു. ഒരു ഞരക്കത്തോടെ അവൾ കണ്ണുകൾ പതിയെ തുറന്നു. ദാ ഇത് വെച്ചോ. അതും പറഞ്ഞവൻ ഹോട്ട് ബാഗ് അവളുടെ വയറിൽ അമർത്തി വെച്ചു. ചൂട് കിട്ടുന്നുണ്ടോ? അവൻ അല്പനേരം കഴിഞ്ഞെന്ന് ചോദിച്ചു. ഇല്ല, അവൾ ക്ഷീണത്തോടെ പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം. അവൻ അവളുടെ ടോപ്പ് പെട്ടെന്ന് വയറിന് മുകളിലേക്ക് ഉയർത്തി വെച്ചു. ക്ഷീണിതയാണേലും ഗൗരി ഒന്ന് നടങ്ങി കുറച്ച് മുകളിലേക്ക് കയറി കിടന്നുപോയി. അവളുടെ നഗ്നമായ വയറിൽ അവൻ ആ ബാഗ് വെച്ചു കൊടുത്തു. ഇടയ്ക്കെപ്പോഴോ അവൻ്റെ ഇളം ചൂട് വിരലുകൾ അവളുടെ വയറിലൊന്നുരസി. അതിൽ അവളുടെ രോമകൂപ്പങ്ങൾ എഴുന്നേറ്റ് നിന്നു. ചെറുചിരിയോടെ നോക്കിയിരുന്നു. അത് അവളും നന്നേ വ്യക്തമായി കണ്ടിരുന്നു. അവൾക്കും വല്ലായ്മ തോന്നി. അവൾ പതിയെ ആ ടോപ്പ് താഴ്ത്തിക്കൊണ്ട് അവൻ്റെ കവിളിലൊന്ന് സ്പർശിച്ചു. എന്താ എന്ന അർത്ഥത്തിൽ പുരികമുയർത്തി അവനെ നോക്കി. അവൻ ചുണ്ടുകൊണ്ട് അവൾക്കൊരു കിസ് കൊടുത്തു. അയ്യടാ, റൊമാൻറ്റിക് ആവാൻ പറ്റിയ സമയം. അവൾ ക്ഷീണത്തിലും അവനോടുള്ള സ്നേഹത്തോടെ പറഞ്ഞു. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവൻ അവളെ കണ്ണിറുക്കി നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും പോയേ, ഇവിടെ നിന്നാലേ എനിക്ക് താങ്ങില്ല. അയ്യോടാ, ഞാൻ ഒന്നിനും വരുന്നില്ല എൻ്റെ പൊന്നു പെണ്ണെ. അവൻ അതും പറഞ്ഞ് അവരുടെ അടുത്തേക്കിരുന്നു കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. നല്ല വേദനയുണ്ടോ? എന്നാ മാറുക? ഇന്ന് കുറച്ച് വേദന കാണും, പിന്നെ പതിയെ കുറേ. അമ്മയും ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ കുഞ്ഞിലേ കണ്ടിട്ടുണ്ട്. അന്നൊന്നും ഇതെന്താ എന്നൊന്നും അറിയില്ലായിരുന്നു. ഇന്നിതാ എൻ്റെ ജീവൻ്റെ ജീവനായി നീ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ വേദനയും ബുദ്ധിമുട്ടും ഞാൻ അറിയുന്നത്. അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ അല്പനേരം നോക്കിയിരുന്നു. ഞാൻ ഭാഗ്യവതിയാണ്, ഇത്രയും നല്ല സ്നേഹവും ഇത്രയും നല്ല സ്വഭാവമുള്ള നിങ്ങളെ കിട്ടിയത്, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചോട് ചേർന്നു. താൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയാലോ? അല്ലെങ്കിൽ ഞാൻ ഫുഡ് ഇങ്ങോട്ട് എടുപ്പിക്കാം. വേണ്ട സിദ്ധാർത്ഥ്, ഞാൻ വരാം. വാസങ്ങളിനെ ബുദ്ധിമുട്ടിക്കണ്ട. ശരിക്കും കുറവുണ്ടോ? എങ്കിലും കുറച്ചു നേരം കഴിഞ്ഞാണ് സിദ്ധാർത്ഥ് അവളുമായി താഴേക്ക് പോയത്. അപ്പോഴേക്കും വാസു നല്ല ചൂടുള്ള ഇഞ്ചി ചായ തയ്യാറാക്കി വെച്ചിരുന്നു. സിദ്ധാർത്ഥ് അത് അവൾക്ക് നൽകി. അത് കുടിച്ച് അല്പനേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. വയറുവേദനയ്ക്ക് ഇഞ്ചിച്ചായ നല്ലതാ, വാസു ഇടയ്ക്ക് പറഞ്ഞു. അവളൊന്ന് ചിരിച്ചു കാട്ടി. മോനെ, എന്നാൽ ഞാൻ അങ്ങ് പോട്ടെ, നേരെ ഒരുപാടായി. വാസു പറഞ്ഞു. ശരി, പോയി വാ. വാസു പോയതും സിദ്ധാർത്ഥ് അടുവളുടെ നടുവിലൊന്ന് പതിയെ തടവി. അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? സുഖമുണ്ടോ? അവളൊന്ന് ചിരിച്ചു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സമയത്ത് കൂടെ ഇരിക്കാൻ ഒരാളുള്ളത് തന്നെ വേദന കുറയ്ക്കും. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. പഴയ +2കാരി പെണ്ണായി അവളൊന്ന് മാറി. വേദന കൊണ്ട് പുളയുന്ന സമയം അമ്മായിയും മാതിരിയും ഒരു ചൂട് വെള്ളം പോലും തരാതെ തന്നെ തിരിഞ്ഞു പോലും നോക്കാതെ പോയിരുന്നത് അവളൊന്നോർത്തു. അന്ന് അപ്പു കുഞ്ഞാണ്, കാര്യമായി ഒന്നും അറിയില്ല. എങ്കിലും അവനൽപ്പം വെള്ളം ചൂടാക്കിക്കൊണ്ട് വരും. അതാണ് അന്നെല്ലാം അവൾക്ക് ആശ്വാസമായിരുന്നത്. തുടങ്ങിയ അടുത്ത കരച്ചിലിന് സിദ്ധാർത്ഥ് കളിയാക്കി തിരക്കി. അവൾ അവൻ്റെ തോളിൽ ചാഞ്ഞുകൊണ്ട് അവൻ്റെ ചെവിയോട് ചേർന്ന് പറഞ്ഞു. ഐ ലവ് യു സിദ്ധാർത്ഥ്. അവനൊന്നാക്കി മൂളി. അവൾ തറപ്പിച്ചൊന്നവനെ നോക്കി. ഇതേ സമയം മറ്റൊരിടത്ത്. ഈശ്വര, ഓസിന് ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞ് ചാടിയിറങ്ങി. എനിക്ക് ഇതല്ല, ഇതിനപ്പുറം വല്ലതും കിട്ടണം. അമൃത പിറുപിറുത്തുകൊണ്ട് വാച്ചിലേക്ക് നോക്കി. സമയം രാത്രി 10 കഴിഞ്ഞ്. നേരിയ ചാറ്റൽ മഴയുണ്ട്. ഗൗരിയെ വിളിച്ചാൽ മതിയായിരുന്നു. ചുമ്മാ ചാടിക്കേറി വരികയും ചെയ്തു. അവൾ വന്ന സാഹചര്യം ശപിച്ചു പറഞ്ഞു. പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പോയി. അറിയാത്ത 1-2 ആൾക്കാർ മാത്രം അങ്ങിങ്ങായി നിൽക്കുന്നു. ഓട്ടോ പോലും ഇല്ല. ഊബർ ആണെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം വർക്കിംഗ് അല്ല. എല്ലാം കൊണ്ട് നശിച്ച ദിവസം. ഫുഡുണ്ടാക്കിയ പാത്രം കഴുകാനുള്ള മടിക്ക് കയറി വന്നതാണ്. ആ നേരിയ മഴ ഒരു വലിയ ഇടിമുഴക്കത്തോടെ കനത്തു പെയ്തു. അമൃത ഹോട്ടലിൻ്റെ അകത്തേക്ക് ഓടിക്കയറി. അല്പം നനഞ്ഞെങ്കിലും ഷാലിൻ്റെ തല കൊണ്ട് തുടച്ച് വെള്ളം കളഞ്ഞു. മറ്റൊരു ശക്തമായ ഇടിമുഴങ്ങിയതും അമൃത ഭയന്ന് പിന്നിലേക്കഴിഞ്ഞു. ശക്തിയായി എന്തിലോ ചെന്നിടിച്ചവൾ വീഴാൻ പോയതും ഒരു കൈ അവളെ താങ്ങി നിർത്തി. കണ്ണും കോർത്തുപോയ നിമിഷം. ശക്തിയായി എന്തിലോ ചെന്നിടിച്ചവൾ വീഴാൻ പോയതും ഒരു കൈ അവളെ താങ്ങി നിർത്തി. ഒരു നിമിഷം ഇരുവരും നോക്കി നിന്നുപോയി. അടുത്തൊരു ഇടിമുഴക്കം വേണ്ടി വന്നു ഇരുവരും സ്വപ്നലോകത്തിൽ നിന്നും പുറത്തു കിടക്കാൻ. പെട്ടെന്ന് അവൾ അവളുടെ ഇടുപ്പിൻ്റെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കൈകൾ കുത്തറി മാറ്റിക്കൊണ്ട് അവനെ തന്നെ രോഷമായി ഒന്ന് നോക്കി നിന്നു. എന്താടി ഗുണ്ടുമുളകെ നോക്കി പേടിപ്പിക്കുന്നേ? നിന്നോട് ആരാടാ എന്നെ പിടിക്കാൻ പറഞ്ഞത്? ആഹാ, അതോ ഇപ്പം നന്നായേ. എൻ്റെ നെഞ്ചത്തോട്ട് വന്ന് കയറിയതും പോരാഞ്ഞിട്ട് എന്നെ ചീത്ത വിളിക്കുന്നു. പോടാ.
ഡി മോളുടെ ഗുണ്ടുമുളകെ അല്പം തടിയൊക്കെ കുറയ്ക്കണം കേട്ടോ, താങ്ങാൻ പറ്റുന്നില്ലടി. എന്തോ എന്തിനാണെന്നറിയില്ല, അവൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞതിൽ വല്ലാത്ത വിഷമമായിരുന്നു അവൾക്ക്. എങ്കിൽ സാർ വരൂ, അകത്തേക്കിരിക്കുക. അഖിലേ, നീ ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക്, ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. എന്നിൽ നിന്നും ചോദ്യം വന്നതും അമൃതയാകെ ചൂളിപ്പോയി. എന്താടോ ഗുണ്ടുമുളകെ, വല്ല പ്രേമവും തോന്നിയോ? അയ്യടാ പറ്റിയ മോന്തി, താൻ കുറേ നേരമായില്ല എന്നെ തന്നെ നോക്കിയിരിക്കുന്നു, അതുകൊണ്ട് നോക്കിയെന്നുള്ളൂ. ആഹാ എൻ്റെ ഈശ്വര, ആ പഴയ ഗുണ്ടമുളകായിരുന്നേ എൻ്റെ കണ്ണു കുത്തി പൊട്ടിച്ചേനെ. അപ്പോൾ ഒരു മയത്തിലൊക്കെ ഇരിക്കാൻ എൻ്റെ മോൾക്കറിയാമല്ലേ. അത് പറഞ്ഞവൾ ഇടം കണ്ണിട്ട് അവളെ ഒന്ന് നോക്കി. മുഖത്ത് വന്ന് ചെറുചിരി മറച്ചു വെച്ചുകൊണ്ട് അമൃത പുറത്തേക്ക് നോക്കിയിരുന്നു. അല്പം ദൂരം പോയതും വലിയ ട്രാഫിക്കിൽ പെട്ടു. എന്തു പറ്റി? ഇപ്പോൾ തന്നെ പോകാൻ പറ്റുമെന്ന് തോന്നില്ല മോളെ. ഖാൻ ദൂരത്തോളം ട്രാഫിക്കിലൂടെ അവൻ നോക്കി പറഞ്ഞു. അമൃത നിസ്സഹായതയോടെ പുറത്തേക്ക് നോക്കുന്നത് കണ്ട് അവൻ അവളോടായി തിരക്കി. എന്തു പറ്റി? എനിക്കൊന്ന് കിടക്കണം, തീരെ വയ്യ, നല്ല തലവേദന, അവൾ ദയനീയമായി പറഞ്ഞു. ആട്ടിക്കേട്ട അമ്മൻ കാർ പതിയായി അടുത്തുകൊണ്ട് OS റെസ്റ്റോറൻറ്റിലേക്ക് കാർ പാർക്ക് ചെയ്തു. അവൾ അവനെ ഒന്ന് നോക്കി. ഇറങ്ങ്, ഈ തിരക്ക് മാറാൻ സമയമെടുക്കും, ഒരു ചായ കുടിച്ചു പോകാം, അപ്പോൾ തലവേദനയ്ക്കൊരു ആശ്വാസം ഉണ്ടാവും. അത് കേട്ടതും അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് കയറി അവൾ അമ്മൻ പിന്നിലായി നടന്നു. ഹായ് അമൻ സാർ. റെസ്റ്റോറൻറ്റ് മാനേജർ അവനെ കണ്ടതും ചിരിയോട് അടുത്തേക്ക് ഇരുന്നു. ഹായ് മുകേഷ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. ഈ വഴിയൊക്കെ കണ്ടില്ല ട്രാഫിക്ക്? എന്തോ ഭാഗ്യത്തിന് ഇവിടെ തന്നെ വണ്ടി നിർത്താൻ പറ്റും. ഓ, അത് നന്നായി, നിങ്ങളെ കാണാൻ ഒരു അവസരമായല്ലോ. അമൻ സാർ ഇതാരെ വൈഫാണോ? അത് കേട്ടതും അമൃത ഒരു ഞെട്ടലോട് അമ്മനെ നോക്കി. ഏയ് അല്ലല്ല, സിദ്ധാർത്ഥിൻ്റെ വൈഫിൻ്റെ ഫ്രണ്ടാണ്, ഒരു പാർട്ടി കഴിഞ്ഞ് വരുമ്പോൾ ലെഫ്റ്റ് കൊടുത്തതാ. അമൻ അവളെ കുത്തിക്കൊണ്ട് പറഞ്ഞു. അമൃതയ്ക്ക് അവൻ്റെ വാക്കുകൾ കേട്ട് വിഷമം തോന്നി. എന്തിനാണെന്നറിയില്ല, അവൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞതിൽ വല്ലാത്ത വിഷമമായിരുന്നു അവൾക്ക്. എങ്കിൽ സാർ വരൂ, അകത്തേക്കിരിക്കെ. അഖിലേ, നീ ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക്, ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. അമനെയും അമൃതയും സ്വീകരിക്കുന്നതിനിടയിൽ മാനേജർ അഖിൽ എന്ന സ്റ്റാഫ് പയ്യനെ നിർദ്ദേശിച്ചു. അമനും അമൃതയും ഒരു VIP റൂമിലാണ് ഇരുന്നത്. അമൃത ചുറ്റിലും കണ്ണോടിച്ചു, എന്തോ ആദ്യമായി കാണുന്നത് പോലെ. എന്താടോ, താനിതിനു മുന്നേ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലേ? പെട്ടെന്ന് അവൾ നോട്ടം അവളുടെ കയ്യിലേക്കാക്കി. എന്താടോ ഗുണ്ടുമുളകെ, വല്ലാത്ത മ്ലാനത വരുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എനിക്കെന്തായാലും തനിക്കെന്താ? ഇത് കൊള്ളാം, ഇത്രയും നേരം മിണ്ടിയും പറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ എനിക്കെന്താ എന്നോ? അമൃത മുഖം കൂർപ്പിച്ചുകൊണ്ട് അമ്മൻ്റെ കയ്യിൽ ആഞ്ഞൊരു നുള്ളു കൊടുത്തു. അയ്യോ, എന്താടി ഗുണ്ടുമുളകെ, ആളെ പറിച്ചെടുക്കുമോ? എന്താ നിൻ്റെ പ്രശ്നം? ഞാൻ ആരാടോ തൻ്റെ? അവൾ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. ആരുമല്ല അല്ലേ? വീണ്ടും അവൾ ആ നുള്ള ആഞ്ഞു ചോദിച്ചു. അയ്യോ എൻ്റെ കൈ, എൻ്റെ പൊന്നു പെണ്ണെ, ഈ നുള്ളൊന്ന് നിർത്ത്. ഞാൻ പറയാം, എന്നാ പറ, ഞാൻ ആരാടോ? നീ എൻ്റെ. അത് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവളുടെ മുഖം ചുവന്നിരുന്നു. ക്ലേശമായല്ലോ മോളെ. അത് കേട്ടതും അവൾ ഒന്നുകൂടി അവനെ ആഞ്ഞു നുള്ളി. പറയുന്നുണ്ടോ? പറയാം. അതുകൊണ്ട് പറഞ്ഞവൻ അവളുടെ കൈകൾക്ക് മുകളിലായി കൈകൾ വെച്ചു. സത്യത്തിൽ തന്നെ കണ്ട അന്ന് മുതൽ എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ വെറും ഇഷ്ടമല്ല, സ്വന്തമാക്കാനുള്ള ഇഷ്ടം. പിന്നെ ഇത്രയും കാലം പറയാഞ്ഞത് തൻ്റെ മുശുക്ക് സ്വഭാവം ഒന്ന് മാറ്റിയിട്ട് വേണ്ടേ എന്തേലും ഒന്നും പറയാൻ. അമൃത നാണത്തിലൊന്ന് പുഞ്ചിരിച്ചു. അയ്യോടാ, എൻ്റെ ഗുണ്ടുമുളകിൻ്റെ മുഖത്ത് നാണമൊക്കെ വരുമോ? അമൻ ചോദിച്ചതും അവൾ അവൻ്റെ ഷോൾഡറിലേക്ക് ചാഞ്ഞു. എൻ്റെ ഈശ്വര, ഒരു ട്രാഫിക് കൊണ്ട് നീ ഇത്രയും എന്നെ അനുഗ്രഹിച്ചല്ലോ, ധാരാളം. അമൻ അവളെ കളിയാക്കിയ പോലെ പറഞ്ഞു. ഈശ്വര, ഒരു ട്രാഫിക് കൊണ്ട് ഇത്രയൊക്കെ നീ എന്നെ കനിഞ്ഞല്ലോ, സന്തോഷം. പെട്ടെന്ന് അവൾ എന്തോ ഓർത്തുന്ന പോലെ അവനിൽ നിന്നും വിട്ട് കുറച്ച് മാറിയിരുന്നു. ആ ഇരുത്തത്തിൽ അവളുടെ മുഖത്തെ നേരിയ ഭയം അവൻ വ്യക്തമായി കാണുകയും ചെയ്തു. എന്തു പറ്റി? അത് പിന്നെ ഒന്നുമില്ല, ദേ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും നുണ പറയല്ലേ. അമ്മൻ അജി, പിന്നെ എന്താ പെട്ടെന്ന്? അമ്മൻ, അത് പിന്നെ ഇത് നടക്കില്ല. എന്താടോ താൻ പറയുന്നത്? ഇപ്പോൾ ആകും സെറ്റായല്ലേ ഉള്ളൂ, അപ്പോഴേക്കും എന്നെ തേക്കുവാണോ? അതല്ല അമ്മൻ, നാട്ടിൽ എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി എൻ്റെ മുറച്ചെറുക്കം നടക്കുന്നുണ്ട്. അവനെങ്ങാനും ഇതെല്ലാം അറിഞ്ഞ തീരുവല്ലോ. ഈശ്വര, ഇതിനിടയിലേക്ക് ഇനി ഒരുത്തും കൂടെ കടന്നു വരാനുണ്ടോ? ആളെങ്ങനെ? എനിക്ക് താങ്ങാൻ പറ്റുമോ, അതോ എന്നെ തട്ടി തെറിപ്പിക്കുമോ? ആൾ ലേശം മോശമാണ്, പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ. ആ ബെസ്റ്റ്, അതങ്ങനെയല്ലേ ഉണ്ടാവൂ. പ്രേമിക്കുന്ന പെണ്ണിനെ സ്വന്തമാക്കാൻ ദൈവം പെട്ടെന്നൊരവസരമൊന്നും തരില്ല. കുറേ കുറുക്കുവഴി താണ്ടി വേണ്ടേ പ്രണയമൊന്ന് സഫലമാക്കിയെടുക്കാൻ? ആ മുറച്ചെറുക്കനല്ലേ സീനുള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. അമൃത ചിരിയോടെ പറഞ്ഞു. അപ്പോൾ ഗുണ്ടുമുളകെ, നിനക്കെന്നെ ഇഷ്ടമായിരുന്നല്ലേ? അവൾ നാണം കൊണ്ട് തല താഴ്ത്തി ഇരുന്നു പോയി. അധികം വൈകാതെ അവരൊരു കടുപ്പൻ ചായയും കുടിച്ച് അവിടെ നിന്നും ഇറങ്ങി. അപ്പോഴേക്കും ട്രാഫിക് ജാം ഒതുങ്ങിയിരുന്നു. കോരി ചൊരിയുന്ന മഴ അപ്പോഴും പെയ്യുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ ഇരുവരും അമൃത താമസിക്കുന്ന വീടിൻ്റെ മുന്നിൽ കാറിൽ വന്നിറങ്ങി. ഞാൻ വരണോ? ഇറങ്ങാൻ ഒരുങ്ങിയവളോടായി അമൻ തിരക്കി. വേണ്ട,
അതിനൊക്കെ സമയമുണ്ട്. ഇപ്പോൾ പോകാൻ നോക്ക്. ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാവും. പേടിയുണ്ട്. അയ്യടാ പോയേ അത്രയ്ക്ക് സഹായമൊന്നും വേണ്ട. ഓ വേണ്ടേ വേണ്ട. അതും പറഞ്ഞവൻ അവളെ നോക്കി കണ്ണിറുക്കി കാർ മുന്നോട്ടെടുത്തു. അമൃത നാണത്തോടെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അമൃത ബാഗ് വലിച്ചെറിഞ്ഞ് സോഫയിലേക്ക് ഒരു കിടത്തമായിരുന്നു. വല്ലാത്തൊരു ക്ഷീണമായിരുന്നു അവൾക്ക്. പിറ്റേന്ന് രാവിലെ ഗൗരി ഉണരുമ്പോൾ ആവി പറക്കുന്ന ചൂട് ചായ അവൾക്കരികിലിരിക്കുന്നത് കണ്ടവൾ ചുറ്റിലും സിദ്ധാർത്ഥിനെ തെരഞ്ഞു. അപ്പോഴേക്കും കുളി കഴിഞ്ഞവൻ തല തുവർത്തി അവൾക്കരികിൽ വന്നിരുന്നു. എങ്ങനെയുണ്ട്? വയറുവേദന കുറവുണ്ടോ? നല്ല മാറ്റമുണ്ട്. ഇനി കൂടണ്ട. അതാ നല്ല ചൂട് ചായ കുടിക്കും. സിദ്ധാർത്ഥ് അവളെ ഒന്ന് വിളിച്ച്. എന്തു പറ്റി? ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇതിനൊന്നും ഇങ്ങനെ കെയർ ചെയ്യേണ്ട കാര്യമില്ല. അച്ചോടാ എൻ്റെ പൊന്നുമോള്, ഞാൻ പറയുന്നതങ്ങ് കേട്ടാൽ മതി. എന്നിട്ട് കുളിച്ചിറങ്ങി കോളേജിലേക്ക് വരാൻ നോക്ക്. അവളൊരു നെടുവീർപ്പോടെ ആ ചായ പതിയെ കുടിച്ചു. അല്പം കഴിഞ്ഞ് താഴേക്കെത്തിയ ഗൗരിയെയും സിദ്ധാർത്ഥിനെയും കാത്തുന്ന പോലെ 2 അതിഥികൾ താഴെ ഉണ്ടായിരുന്നു. വാസു അവർക്ക് കുടിക്കാൻ ചായയുമായി വരികയായിരുന്നു. ഗൗരി അവരെ ഇരുവരെയും കണ്ടത് സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. അവൻ കണ്ണുകൾ കൊണ്ട് ശാന്തമാകാൻ ആംഗ്യം കാണിച്ചു. സിദ്ധാർത്ഥിനെയും ഗൗരിയെയും കണ്ടതും വന്നവർ 2 പേരും നിറച്ചിരിയോടെ അവരെ നോക്കി എഴുന്നേറ്റു. അത് മറ്റാരുമല്ല, കിരണും അവൻ്റെ അമ്മയുമായിരുന്നു. സിദ്ധാർത്ഥ് അവർക്ക് മുന്നിലേക്കിരുന്ന് കൊണ്ട് കാലിന് മുകളിൽ കാൽ കയറ്റിവെച്ചുകൊണ്ട് കേട്ട് ഒന്ന് ശരിയാക്കി കോട്ടൊന്ന് ശരിയാക്കി അവരെ നോക്കിയിരുന്നു. ഗൗരി വാ, ഇവിടെ വന്നിരിക്കും. അവൻ അടുത്തുള്ള ചെയർ കാട്ടി പറഞ്ഞതും അവൾ അവിടെ വന്നിരുന്നു. എന്താണ് മിസ്റ്റർ കിരൺ ഈ വഴിയൊക്കെ? അത് പിന്നെ മോനെ, കിരണിൻ്റെ അമ്മ തുടക്കമിട്ട് പറഞ്ഞു. പറഞ്ഞോളൂ. അത് പിന്നെ മോനെ, ഇപ്പോൾ കുറച്ചായില്ലേ മോളിവിടെ ഇങ്ങനെ നിൽക്കുന്നു. അതിന് മോന് വിളയേക്കാൾ നല്ല കുട്ടിയെ കിട്ടും. അല്ല, കുട്ടികളെ കിട്ടും. പിന്നെന്തിനാ മോനെ കിരണിന് പറഞ്ഞു വെച്ച് ഇവളെ കൂടെ കൊണ്ട് നടക്കുന്നേ? ഇവരുടെ കാര്യം സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നത്. ഓഹോ, എൻ്റെ ഭാര്യയുടെ 2ാം വിവാഹം ആലോചിക്കാൻ അത് നേരത്തെ പറയണ്ടേ? വാസുങ്കിൾ, ഇവർക്ക് കഴിക്കാനും കുടിക്കാനും എല്ലാം കൊടുക്ക്. ഒരു പെണ്ണ് കാണൽ പോലെ തന്നെ ആയിക്കോട്ടെ. വന്നവരെ ആക്കി പറഞ്ഞതാണെന്ന് ഇരുവർക്കും മനസ്സിലായി. മോന് ഗൗരി മോൻ്റെ ഭാര്യ? കിരണിൻ്റെ അമ്മ സംശയത്തിൽ ചോദിച്ചു. അതെ, ഗൗരി എൻ്റെ ഭാര്യ തന്നെയാണ്. അത് എത്രയും കാലമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ എന്താ കരുതിയത് ഗൗരി എൻ്റെ വെറുമൊരു സെറ്റപ്പാണെന്നോ? അത് പറഞ്ഞവൻ ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിരണിൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി ഒന്നു. നാണൻ ലെവലേശം ഇല്ല എന്നറിയാം, എന്നാലും പറയവാ, നീ കുപ്പയിലേക്ക് വലിഞ്ഞെറിഞ്ഞത് വെറും ഒരു പാഴ്വസ്തു ആയിരുന്നില്ല, മാണിക്യമായിരുന്നു. അത് കിട്ടേണ്ടവൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ നിനക്ക് വീണ്ടും വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ ശരിയാവുന്നത്? ഇപ്പോൾ ദേ ഇവൾ എൻ്റെ പെണ്ണ്. നേടിയെടുക്കാൻ പറ്റുവാണെങ്കിൽ നേടിയെടുക്കുക. സിദ്ധാർത്ഥ് പറയുന്നത് കേട്ട് ഗൗരി അവനെ ഒന്ന് പതർച്ചയോടെ നോക്കി. സിദ്ധാർത്ഥ് അവളെ കൂടുതൽ ചേർത്തണച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കാട്ടി. സിദ്ധാർത്ഥ് ഒരുപാട് അഹങ്കരിക്കരുത്. ഈ കിരൺ നേടണമെന്ന് കരുതിയാൽ നേടിയിരിക്കും. അത് ഇവളെന്നല്ല, നിൻ്റെ അമ്മയെ വേണേലും. അത് പറഞ്ഞു തീർന്നതും കിരണിൻ്റെ അടിവയർ നോക്കി ആഞ്ഞൊരിടി കൊടുത്തു സിദ്ധാർത്ഥ്. അവനൊന്ന് വായുവിൽ പറന്നുയർന്ന് താഴേക്ക് പതിച്ചു. മോനെ, കിരണിൻ്റെ അമ്മ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു. ദേ, എൻ്റെ അമ്മയുടെ പ്രായം ഉള്ളതുകൊണ്ട് ഞാൻ കൈവെക്കുന്നില്ല. എടുത്തോണ്ട് പൊയ്ക്കോ മകനെ. ഇനി ഇവളെ ചുറ്റിപ്പറ്റിയുള്ള എന്തെങ്കിലും നിൻ്റെ മകൻ്റെ കണ്ണ് പതിഞ്ഞാൽ അന്ന് തീർക്കും ഞാനിവനെ.